എന്ത് ചെയ്യാനാ, അകത്ത് കുനിഞ്ഞിരുന്ന് കരയായിരിക്കും. ഇത് നമ്മള് കുറച്ചു കാലമായിട്ട് കാണുന്നല്ലേ അച്ഛ. മൂർത്തി, വാതിൽ തുറക്കാനാ ഞാൻ പറയുന്നേ. ഇല്ലെങ്കിൽ കഥക് വെട്ടിപ്പൊളിച്ച് ഞാൻ അകത്തേക്ക് കയറും. പറഞ്ഞില്ലെന്ന് വേണ്ട. എന്താച്ചാ, എന്നാ ഉണ്ടായത്? മോളെ, മൂർത്തി വാതിലടച്ച് അകത്തിരിക്കുവാ. വിളിച്ചിട്ട് തുറക്കുന്നില്ല. മോളൊന്ന് വിളിക്ക. നിന്നെ ആദ്യം വിളിക്കണല്ലോ എന്ന് കരുതി ദുർഗയെ ഞങ്ങൾ വിളിച്ചു വരുത്തി. അവള് വന്ന് വിളിച്ചിട്ടും വാതിൽ തുറക്കുന്നില്ല. അതെങ്ങനെ വാതിൽ തുറക്കും? ആകെയുള്ളൊരു ചേച്ചിയെ വന്നു കയറിയ ഭാര്യ ശത്രുസ്ഥാനത്താക്കി പറഞ്ഞ് ധരിപ്പിച്ചു വച്ചിരിക്കല്ലേ. ഞാൻ പറഞ്ഞതിനപ്പുറം പോകാത്ത എന്റെ അനുജനെ എന്നിൽ നിന്ന് ഇത്രയധികം അകറ്റിയത് ഇവൾ ഒറ്റ ഒരുത്തിയാ. ഞാനിപ്പോ എന്താ ദുർഗേച്ചി വേണ്ടത്? അകത്ത് മുറി അടച്ചിരിക്കുന്ന എന്റെ ഭർത്താവിനെ പുറത്തിറക്കണോ? അതോ ദുർഗേച്ചിയായിട്ട് യാതൊരു കാരണവും ഇല്ലാത്ത കാര്യത്തിന് ചുമ്മാ വായിട്ടലക്കണോ? കോടതിയിൽ ഒരുപാട് വായിട്ടലച്ചിട്ടാ ഞാനിപ്പോ വരുന്നേ. അതുകൊണ്ട് പ്ലീസ് എന്നെ ഒന്ന് വെറുതെ വിട്. കണ്ടില്ലേ അവളുടെ ഒരു അഹമ്മതി? ഇതുകൊണ്ടാ പലപ്പോഴും ഞാൻ ഇങ്ങോട്ട് കയറാൻ മടിക്കുന്നത് തന്നെ. എന്റെ കുഞ്ഞെ, നീ ഒന്ന് വായടയ്ക്ക്. അവനാ മൂർത്തിയെ ഒന്ന് വിളിക്കട്ടെ. അവനെ മുറിക്കകത്ത് നിന്ന് പുറത്തിറക്കുകയാണല്ലോ നമ്മുടെ ഇപ്പോഴത്തെ ലക്ഷ്യം. ആ ഒരു കാര്യം ആദ്യം നടക്കട്ടെ. മൂർത്തി, മൂർത്തി, മൂർത്തി. അല്ലെങ്കിലും ഞാൻ എന്നിവിടെ ഒരു അധികപ്പറ്റാണല്ലോ. എന്റെ വാക്കുകൾക്കും ആരും വില കൊടുക്കാറുമില്ലല്ലോ. ഞാൻ അന്നേ പറഞ്ഞതാ, വാക്കിന് വിലയില്ലാത്ത വക്കീല് പണി പഠിച്ച പെണ്ണിനെ ഒന്നും എന്റെ അനിയന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണ്ടെന്ന്. കേട്ടില്ലല്ലോ. നീ ഒന്ന് വായടയ്ക്ക്. ആദ്യം മൂർത്തിയെ ഒന്ന് വിളിച്ചിറക്കട്ടെ. കൂടുതൽ പ്രശ്നം ഉണ്ടാക്കരുതേ മോളെ. ഇപ്പൊ ഞാനാണല്ലോ ഇവിടുത്തെ പ്രശ്നം. മൂർത്തി, വാതിൽ തുറക്കാനാ പറഞ്ഞേ. വാതിൽ തുറക്കുന്നില്ല അച്ഛാ. മൂർത്തി, എന്താ വക്കീലെ വിളിച്ചിട്ടും പ്രതി വാതിൽ തുറക്കുന്നില്ലേ? ഞാൻ വക്കീലായതുകൊണ്ടാണോ നിങ്ങളുടെ അനിയൻ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വാതിലടച്ച് കുറ്റിയിട്ടിരുന്ന ആളെ പേടിപ്പിക്കുന്നേ? മോളെ, ഇവൾ ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ പറയട്ടെ. നീ മൂർത്തിയെ വിളിച്ച് വാതിൽ തുറക്കാൻ പറ. എന്നിട്ട് എന്തെങ്കിലും കഴിക്കാൻ പറ. ഇങ്ങനെ മുറി അടച്ചിരുന്നിട്ട് അവൻ എന്ത് കിട്ടാനാ? മൂർത്തി, മൂർത്തി, അരുണിയാ പറയുന്നേ വാതിൽ തുറക്കാൻ. വാതിൽ തുറക്കാനാ പറയുന്നേ. കണ്ടില്ലേ ഇവളുടെ അഹങ്കാരം? കണ്ടില്ലേ സ്വന്തം ഭർത്താവിനെ പേര് വിളിക്കുന്നു? അതെങ്ങനാ? കള്ളന്മാർക്കും കൊള്ളക്കാർക്കും ഒപ്പല്ലേ സഹവാസം. ആ കൊണം കാണിക്കാതിരിക്കില്ലല്ലോ. ദുർഗേച്ചി, എന്താ നിങ്ങളുടെ പ്രശ്നം? ഇപ്പൊ എന്റെ പ്രശ്നം എന്റെ അനിയന്റെ ജീവിതം നശിപ്പിച്ചതില്ല. അതിന് തിരിച്ചുപിടിക്കാൻ പറ്റില്ലല്ലോ. ആ അനിയനകത്ത് വാതിലും പൂട്ടിയിരിക്കുന്നേ എന്തിനാന്ന് അറിയാൻ വേണ്ടിയാ ഞാൻ ഇങ്ങനെ ഓടിപ്പടിച്ച് വന്നിരിക്കുന്നേ. അനിയൻ എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചോന്ന് അറിയാനല്ലേ നിങ്ങൾക്ക് താല്പര്യം? അവന്റെ ഭാര്യയെ എങ്ങനെ താഴ്ത്തിക്കെട്ടി സംസാരിക്കാന്നല്ലേ നിങ്ങൾ നോക്കുന്നേ? ഒരു സ്കൂളിന്റെ മാനേജർ അല്ലേ ദുർഗേച്ചി? ഇത്രയും തരം താഴ്ന്നു പോവരുത്. കേട്ടില്ലേ അച്ഛനും? ഇത് കേട്ടില്ലേ? എന്റെ പ്രൊഫഷനെ അവള് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കില്ല. ഇനി ആര് ചത്തെന്ന് പറഞ്ഞാലും ഇങ്ങോട്ട് വരികയില്ല. അവൾ എന്തെങ്കിലും പറഞ്ഞിട്ട് പോട്ടെ. മൂർത്തിയെ വിളിച്ച് വാതിൽ തുറക്കാൻ പറ. ചുമ്മാ ആളെ പേടിപ്പിക്കാനായിട്ട് അവൻ എന്തിനകത്ത് കയറിയിരിക്കുന്നത്? എന്ത് ചെയ്യാനാ, അകത്ത് കുനിഞ്ഞിരുന്ന് കരയായിരിക്കും. ഇത് നമ്മള് കുറച്ചു കാലമായിട്ട് കാണുന്നല്ലേ അച്ഛ. മൂർത്തി, വാതിൽ തുറക്കാനാ ഞാൻ പറയുന്നേ. ഇല്ലെങ്കിൽ കഥക് വെട്ടിപ്പൊളിച്ച് ഞാൻ അകത്തേക്ക് കയറും. പറഞ്ഞില്ലെന്ന് വേണ്ട.
ഇപ്പൊ വലി മാത്രമല്ല കുടിയും തുടങ്ങിയല്ലേ? ഇനിയിപ്പോ എന്ത് ചെയ്യും? അരുണ പ്ലീസ്, എന്നെ എന്ത് വേണേലും തനിക്ക് പറയാം. പക്ഷെ അച്ഛന്റെ അമ്മയുടെ മുന്നിൽ വെച്ച് ആവരുത്. എങ്ങനെയാ മൂർത്തി പറയാതിരിക്കുന്നെ? എന്ത് കോലമായത്? എന്തൊക്കെയായി കാണിച്ചു കൂട്ടിയിരിക്കുന്നെ? ഞാൻ പിന്നെ എന്ത് ചെയ്യും? എന്ത് ചെയ്യണം? എനിക്ക് ചെയ്യാൻ ഇനി ഒന്നുമില്ല. എല്ലാം ചെയ്ത് പരാജയപ്പെട്ട് നിൽക്കുന്നവനാ ഞാൻ. ജീവിതം എന്ന ക്ലാസ്സിൽ തോറ്റ് തൊപ്പിട്ട് നിൽക്കുന്നവൻ. പരാജയം എന്ന വാക്കും പറഞ്ഞ് സ്വയം ജീവിതം നശിപ്പിക്കാൻ നടക്കുന്ന ആളോട് ഞാൻ ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അരുണ പ്ലീസ്, ഞാൻ തൊടുന്നത് മുഴുവൻ പരാജയമാ. ലക്ഷങ്ങളാണ് ദിവസവും നഷ്ടങ്ങളുടെ പട്ടികയിൽ കയറിക്കൊണ്ടിരിക്കുന്നത്. നിന്റെ ജീവിതം ഞാൻ നഷ്ടപ്പെടുത്തിയില്ലേ? ഒരു കുഞ്ഞിനെ പോലും തരാൻ എനിക്ക് കഴിഞ്ഞില്ല. ഞാൻ പിന്നെ എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത്? ആത്മഹത്യ ഞാൻ പേടിയായതുകൊണ്ടാ. ഇല്ലെങ്കിൽ എന്ന് ഞാൻ എന്റെ ജീവിതം അവസാനിപ്പിച്ചേനെ. എന്നെ ഏറ്റവും അധികം കെയർ ചെയ്തിട്ടുള്ള ആളാ എന്റെ അച്ഛൻ. ജീവിതത്തിൽ അച്ഛന് ഞാനായിട്ടുണ്ടാക്കിയ നഷ്ടങ്ങള് ചിരിച്ചു തള്ളിയ ആ മനുഷ്യന് ഇന്ന് ക്യാൻസറാണ്. ആ മനുഷ്യന്റെ അരികിൽ ഒന്നിരിക്കാനോ ആശ്വസിപ്പിക്കാനോ എനിക്ക് കഴിയുന്നില്ല. മൂർത്തി, ഇതൊന്നും നമ്മളായിട്ട് ഉണ്ടാക്കുന്നല്ലോ. അല്ലായിരിക്കാം. പക്ഷെ ഒരു മകനെന്ന നിലയിൽ എനിക്ക് അച്ഛനോട് ചില കടപ്പാടുകളില്ലേ, ചില ഉത്തരവാദിത്തങ്ങൾ. അതൊന്നും വേണ്ട രീതിയിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അതുകൊണ്ടാ ഈ ജീവിതം മടുത്തു ഞാനിങ്ങനെ പറയുന്നത്. ഓ, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ലഹരിക്ക് അടിമപ്പെട്ട് ജീവിക്കാന്ന് വെച്ചല്ലേ? ഇങ്ങനെ സ്വയം നശിച്ച ഇപ്പൊ മൂർത്തിയെ ബാധിച്ചിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും മാറി കിട്ടോ? ഈ കടക്കണിന്നൊക്കെ മൂർത്തിക്ക് രക്ഷപ്പെടാൻ പറ്റോ? അരുണ പ്ലീസ്, അരുണ. കുറെ സിഗരറ്റ് വലിച്ച് ചാരുവാക്കി മേശ പുറത്തിട്ടത് കൊണ്ടോ, കള്ളം കുടിച്ച് ബോധം നഷ്ടപ്പെട്ടത് കൊണ്ടോ ഒരു കാര്യമില്ല മൂർത്തി. ഒന്നും നേടാനും പോകുന്നില്ല. നഷ്ടങ്ങളെല്ലാം തിരിച്ചു പിടിക്കണമെങ്കിൽ ഫൈറ്റ് ചെയ്യണം. തോൽപ്പിക്കാൻ വരുന്നവരുടെ മുന്നിൽ തോൽക്കാൻ മനസ്സില്ലെന്ന് കാണിച്ചു കൊടുക്കണം. മൂർത്തിക്ക് അതിന് കഴിയും. മൂർത്തിക്ക് അതിന് കഴിയൂ.